ഒരു വിവേചന ബുദ്ധിയും തന്നില്ല. അള്ള നമ്മളെ പിടിച്ചു കൊണ്ടുപോയി. നമുക്ക് ബുദ്ധിയില്ല, ബോധമില്ല, ഒന്നുമില്ല. നമുക്ക് തെറ്റും അറിയില്ല, ശരിയറിയില്ല. നമ്മൾ പോയി എന്ത് തോന്നിവാസങ്ങൾ ചെയ്തു. ഇസ്ലാമിന്റെ വിധി എന്താ? ആ തോന്നിവാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തെറ്റില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഉമ്മത്തിനെയും വാദ്യമായിട്ടില്ല, അഥവാ എന്തായിട്ടില്ല, ശിക്ഷിക്കുന്നത് ആയിട്ടില്ല അവരിൽ പ്രവാചകന്മാരെ അழைക്കുന്നത് വരെ എന്ന്. ആരെ? പ്രവാചകന്മാരെ അழைക്കുന്നത് വരെ ഒരു ഉമ്മത്തിനെ എന്ത് ചെയ്യില്ല, ആരും ശിക്ഷിക്കില്ല, അല്ലാഹു ശിക്ഷിക്കില്ല. ഒരാള് മനസ്സിലാവാൻ ഇപ്പോഴുണ്ടല്ലോ ചില ദ്വീപുകളൊക്കെ, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത ദ്വീപ്. ആ ദ്വീപിലേക്ക് ചെല്ലുന്ന മനുഷ്യരെ പോലെ ഒരു കൊന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അതിനെന്തിയ കുറേയധികം കാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്ത് സൂക്ഷിച്ചിട്ട് ഒക്കെ ഭക്ഷിക്കുന്ന ദ്വീപുകളൊന്നുണ്ട്. അവിടെ പ്രബോധനത്തിന് പോകാൻ പറ്റില്ല. അവിടെ ആരും പ്രബോധനത്തിന്, അവിടുത്തെ ആളുകൾ അവരുടെ ഒരു കാട്ടു നിയമം വെച്ച് ജീവിച്ചു. അവരത് ശിക്ഷിക്കില്ല എന്നാണ് ഖുർആൻ. കാരണം എന്തുകൊണ്ട്? അവർക്ക് ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ചെന്നിട്ടില്ല. ഇതേപോലെ കൊടുങ്കാട്ടിൽ ആദിവാസിയായി ജന്മകാലം മുതൽ വസിക്കുകയും പുറം ലോകത്തെക്കുറിച്ച് അയാൾക്ക് ഒരു വിവരമില്ല. ഒരു പ്രവാചകന്റെ പ്രബോധനവും ഒരു മതപ്രബോധനവും അയാളുടെ എത്തിയില്ല. അയാൾ ഊരിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ജീവിച്ചു. അങ്ങനെ ഭരണമടഞ്ഞാൽ അയാളെയും ശിക്ഷിക്കപ്പെടുമെന്ന് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനം. പക്ഷേ ശിക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇന്നത് തെറ്റാണെന്നും ഇന്നത് ശരിയാണെന്നും വിവേചന ബുദ്ധിയോട് പറഞ്ഞു കൊടുക്കാനുള്ള ദൂതനെ അല്ലാഹു നമ്മളിലേക്ക് വിടും. ആ ദൂതൻ അത് നീ ഉസ്താദായിരിക്കാം, മുസ്ലിയാരായിരിക്കാം, നാടനായ ഈമാനുള്ള ഒരു മനുഷ്യനായിരിക്കാം, പലരും ആയിരിക്കാം. അയാൾ വന്നത് പറഞ്ഞു തന്നിട്ട് നമ്മൾ അനുസരിക്കാതെ വീണ്ടും തെറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ അതിനുള്ള കുതിരത്ത് അല്ലാഹു പഠിച്ചു തരും. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം.